ആദരണീയരും ബഹുമാനീയരുമായ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ പെരുമഴയത്തും ഇവിടെ എത്തി മണിക്കൂറുകൾ കാത്തുനിന്ന എൻ്റെ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയമുള്ള DMK-യുടെ പ്രവർത്തകരെ, പത്രമാധ്യമ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ ഗൗരവത്തോടു കൂടി ഈ യോഗം വീക്ഷിക്കാനും കേൾക്കാനും എത്തിയവരാണ് നിങ്ങളെല്ലാവരും. ഇന്നത്തെ ദിവസം നമുക്കറിയാം, കേരളത്തിൻ്റെ 7 ജില്ലകളിൽ രാവിലെ തുടങ്ങിയ മഴയാണ്. ഈ മഴയൊക്കെ ഉണ്ടായിട്ടും ഇങ്ങോട്ട് കടന്നു വരുന്ന ജനതയെ മുഴുവൻ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് തടുക്കാൻ ഭീഷണി ഉൾപ്പെടെ പ്രയോഗിച്ചിട്ടും ആ വേലിക്കെട്ടുകളെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ സാമൂഹിക മുന്നേറ്റത്തിൽ പങ്കെടുക്കാൻ നിങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ എത്തിച്ചേർന്ന, ഇതിനോട് സഹകരിച്ച, ഈ സാമൂഹിക മുന്നേറ്റത്തിന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഗവൺമെൻറ്റിനെതിരെ, ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾക്കെതിരെ സത്യം തുറന്നു പറഞ്ഞപ്പോൾ അത് കേരളത്തിൻ്റെ 3.5 കോടി ജനങ്ങൾക്ക് അപ്പോൾ എത്തിച്ചു നൽകാൻ സഹായിച്ച കേരളത്തിലെ പത്രമാധ്യമ പ്രവർത്തകരുൾപ്പെടെയുള്ള കേരളത്തിലെ മുഴുവൻ ജനതയോടും ആദ്യം തന്നെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു, നന്ദി അർപ്പിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെയൊരു യോഗം? എന്തുകൊണ്ട് ഒരു സാമൂഹിക മുന്നേറ്റമായി, ഒരു സാമൂഹിക മുന്നേറ്റ സംവിധാനമായി ഡെമോക്രാറ്റിക് മൂവ്മെൻ്റ് ഓഫ് കേരള ഈ മണ്ണിൽ പിറക്കുന്നു എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടാകും. ഭരണകൂടം എന്ന് പറയുന്നത്, ഗവൺമെൻറ് എന്ന് പറയുന്നത് ആ ഗവൺമെൻറ് ഉൾക്കൊള്ളുന്ന മുഴുവൻ ജനങ്ങൾക്കുള്ളതാണ്. അതിൽ ഭരണപക്ഷ പ്രതിപക്ഷ ഭേദമില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ്. ആ ഗവൺമെൻറ്, അതിൽ ഭരണകക്ഷി MLA-മാരുണ്ടാകും, പ്രതിപക്ഷ MLA-മാരുണ്ടാകും. ഭരണഘടനയിൽ പ്രതിപക്ഷ MLA-ക്ക് ഇന്ന പ്രിവിലേജ്, ഭരണകക്ഷി MLA-ക്ക് ഇന്ന പ്രിവിലേജ് എന്നൊരിക്കലും അനുശാസിക്കുന്നില്ല. ജനങ്ങൾ തിരഞ്ഞെടുത്ത 140 MLA-മാരുടെയും പ്രിവിലേജും കടമകളും ഉത്തരവാദിത്തങ്ങളും സാമൂഹ്യ ബോധവുമൊക്കെ ഭരണഘടനാ പ്രകാരം ഒന്നാണ്. അങ്ങനെയുള്ള ഒരു MLA എന്ന നിലക്ക് ജനങ്ങളോട് ഉത്തരം പറയേണ്ട ചില വിഷയങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അത് നാട് ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ, അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ, ഈ ഗവൺമെൻറ്റിനെ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തെ, ഇവരെയൊക്കെ വിവിധ ഘട്ടങ്ങളിലായി ഈ നാടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന, ഞാൻ ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു പറഞ്ഞ വളരെ മോശപ്പെട്ട ചില പ്രവർത്തികൾ ഈ സമൂഹത്തോട് എനിക്ക് വിളിച്ചു പറയേണ്ടി വന്നത്. അപ്പോൾ ഭരണകക്ഷി MLA എങ്ങനെ ഇത് പറയുന്നു? ഇതാണ് ഈ സമൂഹത്തിൽ നിന്ന് ഉയർന്ന ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, രാജ്യത്തിൻ്റെ ഭരണഘടന ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ MLA-മാർക്കും നൽകിയിട്ടുള്ള ഉത്തരവാദിത്തമെന്നാണ്. ആ ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ
ഞാൻ നിർവഹിച്ചത്. ഗവൺമെൻറ് മുന്നിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ഇപ്പോഴും ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഒന്നാമതായി ഞാൻ ചൂണ്ടിക്കാണിച്ചത് കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ സ്വർണ്ണക്കള്ളക്കടത്തും ആ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കേരളത്തിലെ ലോ ആൻഡ് ഓർഡറിൻ്റെ ADGP അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും നേതൃത്വം നൽകിയ ആ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഓരോ പ്രവൃത്തികളും പൊതുസമൂഹത്തിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കി കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതി കൊടുക്കുകയാണ്. അതോടൊപ്പം നാട്ടിലെ ഏറ്റവും പ്രമാദമായ എടവണ്ണ റിദാൻ വധക്കേസും കഴിഞ്ഞ 13-14 മാസമായി കാണാത്ത കോഴിക്കോട്ടെ വ്യവസായി മുഹമ്മദ് മാമിയുടെയും തിരോധനവും, ഈ 3-4 വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ ഗവൺമെൻറ്റിന് പരാതി കൊടുത്തത്. ആ പരാതി അന്വേഷിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് ഒരു SIT രൂപീകരിച്ചു. അതോടൊപ്പം നമ്മുടെ തൃശ്ശൂർ പൂരം കലക്കുകയും കലക്കിക്കുകയും ചെയ്തതാണെന്നും അതൊരു രാഷ്ട്രീയ ദുരുദ്ദേശത്തോടുകൂടി ADGP അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ വളരെ വിശാലമായ ഗൂഢാലോചന നടത്തി. ആ പൂരം കലക്കി ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ലോകസഭാ സീറ്റ് വാങ്ങിക്കൊടുക്കുന്ന ഒരു ഗൂഢാലോചന അതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ പരാതി നൽകിയിരുന്നത്. പരാതി അന്വേഷിക്കാനുണ്ടാക്കിയ SIT 30 ദിവസത്തിനുള്ളിൽ സർക്കാരിന് അന്വേഷിച്ച് ഈ വിഷയങ്ങൾ കണ്ടെത്തി താൽക്കാലികം പ്രൈമാഫേഷ്യയുള്ള ഒരു റിപ്പോർട്ട് നൽകും, അതിനുശേഷം നടപടി എന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത്. ഭരണകക്ഷിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും ആ തീരുമാനത്തിൽ നിന്ന് മാറാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായില്ല. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്ന ന്യായം 30 ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് വരും, അത് വരട്ടെ, അത് പരിശോധിക്കട്ടെ, അത് പഠിക്കട്ടെ, എന്നിട്ട് തീരുമാനം. ഇന്ന് 32ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ 1 മണിക്കൂറിൽ അതിൻ്റെ മോഡിൽ എന്തെങ്കിലും തീരുമാനമെടുത്തോ എന്ന് എനിക്കറിയില്ല. പത്രക്കാരെടുത്ത് വല്ല വിവരമുണ്ടോ? വല്ല നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും 3.5 കോടി ജനങ്ങൾക്കും അവസാനമായി നൽകിയ വളരെ വാശി പിടിച്ച തീരുമാനമായിരുന്നു 30 ദിവസം കഴിയട്ടെ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. എന്തേ 32 ദിവസമായി? 30ാമത്തെ ദിവസം തന്നെ DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു. ആദ്യം കൊടുത്തത് പൂരം സംബന്ധിച്ച റിപ്പോർട്ടാണ്. എന്താ റിപ്പോർട്ടിൽ പറഞ്ഞത്? ADGP അജിത് കുമാറിന് പൂരം കലക്കലുമായി ബന്ധപ്പെട്ടിട്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. അങ്ങനെ റിപ്പോർട്ട് കിട്ടിയാൽ ഒരു ഗവൺമെൻറ് എന്ത് ചെയ്യും? ആ നിമിഷം ആ വ്യക്തിയെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തും, അല്ലേ? സ്വർണ്ണക്കള്ളക്കടത്തും മാമി കേസും റിദാൻ വധക്കേസുമൊക്കെ അന്വേഷണങ്ങൾ ഇനിയും ഒരുപാട് നടക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു അന്വേഷണവും നടത്താതെ 1 മണിക്കൂർ കൊണ്ട് കേസ് അന്വേഷിക്കുന്ന SITയുടെ തലവനായ DGPക്ക് ഈ പറയുന്ന അജിത് കുമാറിനെ നിമിഷം കൊണ്ട് സസ്പെൻഡ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനവുമായ രേഖകൾ
എല്ലാം തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറം, കേരളത്തിൻ്റെ നിയമസഭയിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറം, ആ ചുറ്റുപാടിലാണ് ഈ മുതൽ മുഴുവൻ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. വാങ്ങിയതിൻ്റെയും വിറ്റതിൻ്റെയും ഡോക്യുമെൻറ്റ്സ്. 35 ലക്ഷം രൂപക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു, നയാ പൈസ വൈറ്റായി കൊടുത്തിട്ടില്ല. നമ്മളൊക്കെ ഒരു 10,000 അല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ വസ്തു വാങ്ങുമ്പോൾ പോലും അതിൻ്റെ ഒഫീഷ്യൽ എമൗണ്ട് സർക്കാർ നിശ്ചയിച്ചൊരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ പൂർണ്ണമായിട്ടും ബാങ്ക് ട്രാൻസാക്ഷനെ നടത്താൻ നിയമം അനുവദിക്കുന്നുള്ളൂ. അങ്ങനെ കേരളത്തിൽ നടക്കുകയുള്ളൂ, അങ്ങനെ നടത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ നാട് ഭരിക്കുന്ന ADGP അജിത് കുമാർ 35 ലക്ഷത്തിൻ്റെ അൺഅക്കൗണ്ടഡ് മണി ഫ്ലാറ്റ് ഉടമക്ക് നൽകുന്നു. ആധാരത്തിൽ കൃത്യമായി എഴുതിയിരിക്കുന്നു പെയ്ഡ് ബൈ ക്യാഷ്. എത്രയാ? 35 ലക്ഷം. 10ാമത്തെ ദിവസം ഫെബ്രുവരി 19 വാങ്ങുന്നു, ഫെബ്രുവരി 18 വാങ്ങുന്നു, ഫെബ്രുവരി 28 തോന്നുന്നു വിൽക്കുന്നു. 10ാമത്തെ ദിവസം എത്ര ലക്ഷത്തിനാ? 65 ലക്ഷം രൂപക്ക്. നമ്മുടെ നാട്ടിൽ നടക്കുമോ? ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല. 65 ലക്ഷം രൂപ പെയ്ഡ് ബൈ ക്യാഷ്. എന്താ അർത്ഥം? അൺഅക്കൗണ്ടഡ് മണി, കള്ളപ്പണം. വാങ്ങിയത് കള്ളപ്പണം, പിന്നെ വിറ്റതും കള്ളപ്പണത്തിന് വാങ്ങുന്നു. വിൽക്കുന്ന ആൾ വാങ്ങുന്ന കള്ളപ്പണം റിസീവ് ചെയ്യുന്നു. 100 രൂപ പോലും അക്കൗണ്ടഡ് ആയി കൊടുക്കാത്ത ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ കവടിയാറിൽ വാങ്ങിയ കൊട്ടാര സമുച്ചയമായ ആ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ്. ഈ 2 കാര്യങ്ങൾ മാത്രം മതി ഈ പറയുന്ന ADGP അജിത് കുമാറിനെ സ്പോട്ടിൽ സസ്പെൻഡ് ചെയ്യാൻ സാധിക്കും. 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എടുത്തോട്ടെ. PV അൻവർ നൽകിയ ഈ ഡോക്യുമെന്റുകൾ വെരിഫൈ ചെയ്യണം. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കള്ളാരോപണം നടത്തി നടക്കുന്ന അൻവർ കള്ള ഡോക്യുമെന്റും കൊടുക്കാമല്ലോ, പരിശോധിക്കാം. ആ പരിശോധന നടത്താൻ ഈ ഗവൺമെന്റ് നൽകിയിരിക്കുന്ന സമയം എത്രയും അറിയോ നിങ്ങൾക്ക്? 6 മാസം. അതിന് കാരണം എന്താ? ആ അന്വേഷണ റിപ്പോർട്ട് അങ്ങോട്ട് കൊടുത്താൽ ആ സെക്കൻഡിൽ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം. ഇപ്പോൾ 30 ദിവസവും കഴിഞ്ഞ് 32ാമത്തെ ദിവസമായി. ഒരു കുലുക്കുമില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്. എവിടെ CPI? CPI മിനിയാന്ന് വരെ പറഞ്ഞല്ലോ 30 ദിവസത്തിനപ്പുറം 1 മിനിറ്റ് അപ്പുറത്തേക്ക് പോകാൻ CPI സമ്മതിക്കില്ല. ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ അജിത് കുമാറിനെ മാറ്റി നിർത്തും. അജിത് കുമാറിനെ മാറ്റി നിർത്തിയിട്ട് എന്താ കാര്യം? എന്ത് കാര്യം? ആരാണ് അജിത് കുമാർ? കേരളത്തിലെ പോലീസിന്റെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളും ഭരിക്കുന്ന, വിജിലൻസ് ആയാലും ക്രൈംബ്രാഞ്ച് ആയാലും SSB ആയാലും എല്ലാ ADGPമാരും ഈ അജിത് കുമാറിന്റെ മൂക്കിന് മുമ്പിൽ ചൂളയിടില്ല. ഇവിടെ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ അറിയല്ലോ, സംഹാര താണ്ഡവമാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ. ആ സംഹാര താണ്ഡവമാടുന്ന അജിത് കുമാറിനെ CPI പറയുന്നത് പോലെ ഈ കസേരയിൽ നിന്നെടുത്ത് ആ കസേരയിലേക്ക് ഇരുത്തിയാൽ ഒരു കാര്യവുമില്ല. CPI കാത്തു നിൽക്കുന്നത് അതിനാണ്. പക്ഷേ എന്ത് സംഭവിച്ചു എന്നറിയോ നിങ്ങൾക്ക്? എന്തായിരുന്നു CMO ഓഫീസ് ഈ റിപ്പോർട്ടിൽ പ്രതീക്ഷിച്ചിരുന്നത്? ADGP അജിത് കുമാറിനെതിരെ പൂരം കലക്കിയത് ഉൾപ്പെടെയുള്ള DGP നൽകുന്ന റിപ്പോർട്ടിൽ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്ന ഒരു വരി പോലും ഉണ്ടാകില്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും P ശശിയും കണക്ക് കൂട്ടി. എന്തുകൊണ്ട് കണക്ക് കൂട്ടി?
എനിക്കെതിരെ മുഖ്യമന്ത്രി ആദ്യമായി പ്രസ്താവന നടത്തുന്ന, ഞാൻ ഈ കള്ളക്കടത്ത് സംഘത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് പോലീസ് ഈ കള്ളക്കടത്ത് തടയുന്നതിനെടുക്കുന്ന നടപടികൾ ഇല്ലാതാക്കാൻ അവർക്ക് കൂട്ടുനിൽക്കുകയാണ് PV അൻവർ എന്ന് വ്യംഗ്യേന പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ എന്താ പറഞ്ഞത്? പി ശശി ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനാണ്, മാതൃകാപരമായ പ്രവർത്തനം അല്ലേ? പിന്നെ ADGP അജിത് കുമാർ കൃത്യനിഷ്ഠതയോടുകൂടി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. PV അൻവർ നൽകിയിരിക്കുന്ന എല്ലാ പരാതികളും ജനങ്ങളുടെ മുന്നിൽ ഞാനിതാ അവജ്ഞയോടെ തള്ളിക്കളയുന്നു. എന്താണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം? ഇത് അന്വേഷിക്കാൻ പോയ പോലീസുകാരെ അജിത് കുമാറിന്റെ സ്വന്തം ആളാണ്. അതുകൊണ്ട് റിപ്പോർട്ട് തരുമ്പോൾ സൂക്ഷിച്ചോ കേട്ടോ. അന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്തല്ലോ, ഇവിടെ പ്രതിപക്ഷ നേതാക്കൾ ഇവിടെ ചർച്ചയാക്കിയല്ലോ. ഒരു അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തി അജിത് കുമാറിനെ രക്ഷപ്പെടുത്തണമെന്നൊരു മെസ്സേജ് മുഖ്യമന്ത്രി ചെയ്തത് ശരിയായില്ല എന്ന് നമ്മൾ 2 ആഴ്ച മുമ്പ് ചർച്ച ചെയ്തതാണ്. അപ്പൊ മുഖ്യമന്ത്രി എന്താ വിചാരിച്ചത്? ഇദ്ദേഹത്തിനെതിരെ ഒരു മോശപ്പെട്ട റിപ്പോർട്ട് DGP ദർവേസ് സാബ് നൽകില്ല എന്നായിരുന്നു ഇവിടെ കണക്കൂട്ടൽ. ആ കണക്കൂട്ടൽ പൊട്ടി. കാരണം എങ്ങനെ അന്വേഷിച്ചാലും ഈ പറയുന്ന അജിത് കുമാറിന്റെ ഇൻവോൾവ്മെന്റ് തൃശ്ശൂർ പൂരം കലക്കലിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് DGP ആ റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു തീരുമാനമില്ല. ആ റിപ്പോർട്ട് പ്രകാരം സ്ഥലം മാറ്റി ഇരുത്തിയാൽ പോരാ, സസ്പെൻഡ് ചെയ്യേണ്ടി വരും. സസ്പെൻഡ് ചെയ്താൽ അജിത് കുമാറിനെ തൊട്ടാൽ, പി ശശിയെ തൊട്ടാൽ എന്ത് സംഭവിക്കും കേരളത്തിൽ എന്ന് നമുക്കറിയില്ലെങ്കിലും അതറിയുന്ന ഏക വ്യക്തി ആരാണ്? ഏക വ്യക്തി ബഹുമാനപ്പെട്ട CM ആണ്. CM മാത്രമാണ്. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും ഇപ്പോഴും ഇത് മനസ്സിലായിട്ടില്ല. അവിടെയാണ് വിഷയം. ഇപ്പൊ ഞാൻ ഇന്നലെ ഒന്ന് ചെന്നൈയിൽ പോയി. എൻ്റെ അമ്മോ, എന്തെല്ലാം പുകിലാണ്, എന്തെല്ലാം വാർത്തകളാണ്. ഞാൻ അവിടെ പോയി എന്നാൽ ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് നിലപാടുള്ള ഒരു പാർട്ടി ദ്രാവിഡ മുന്നേറ്റ കഴകം ഇന്ന് ഇന്ത്യയിൽ, ഒരു സംശയവും നിങ്ങൾ കരുതണ്ട, ആ നേതാവിനെയും ആ പാർട്ടിയെയും ഞാൻ പോയി കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ RSSന്റെ കേന്ദ്രത്തിലേക്ക് പോണോ? ഞാൻ RSSന്റെ കേന്ദ്രത്തിലേക്കാണ് പോയതെങ്കിൽ എല്ലാ സപ്പോർട്ടും നൽകുമായിരുന്നല്ലോ ഈ ഗവൺമെന്റ്. ഇന്ന് എന്തുണ്ടായി എന്നറിയോ നിങ്ങൾക്ക്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും ഉയർന്ന ഒരു സെക്രട്ടറി ആദ്യത്തെ ഫ്ലൈറ്റിന് ചെന്നൈ പോയിരിക്കുക. അവിടെ ഇന്ന് എയർ ഷോ നടക്കുക, ഡിഫൻസിന്റെ. ആ എയർ ഷോ കാണാൻ പോയിരിക്കുന്നു. ആര്? ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി. അവിടെ പോയി തിരക്കി അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ച് എനിക്കെതിരെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ഞങ്ങൾ ഇവിടുന്ന് തള്ളിയതാ. എനിക്ക് കിട്ടിയ വിവരാണ്. അപ്പോ എന്താ ഉദ്ദേശം? എന്താണ് DMK? ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ പറയുന്ന ഫാസിസ്റ്റ് ശക്തിയെ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കാൻ അനുവദിച്ചിട്ടില്ല. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പായി ചെന്നൈയിൽ നടന്നൊരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയ വോട്ട് എത്ര അറിയോ നിങ്ങൾക്ക്? നോട്ടക്ക് പുറകിൽ. എത്ര ശതമാനമാണ് ഹൈന്ദവർ തമിഴ്നാട്ടിൽ എന്ന് നിങ്ങൾക്കറിയോ? 83% ഹൈന്ദവരുള്ള തമിഴ്നാട്ടിൽ വർഗീയത മാത്രം പ്രസംഗിക്കുന്ന, മനുഷ്യരിൽ വിഭാഗീയത മാത്രം വിൽക്കുന്ന,
മനുഷ്യരെ പരസ്പരം വെട്ടിമുറിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഈ ഫാസിസ്റ്റ് സംഘടന നോട്ടക്ക് പുറകിൽ ആ നേതാവിനെ ഞാൻ തെരഞ്ഞു പോകാതിരിക്കുവോ? ഇവിടെ ഒരു അത്താണി വേണ്ടേ? ഞാൻ നടത്തിയ ഒരു അത്താണിക്ക് വേണ്ടിയുള്ള പരിശ്രമം പോലും അതിൻ്റെ കടക്കൽ കത്തിവെക്കാൻ ശ്രമിക്കുന്നു ഫാസിസത്തിന്റെ മറ്റൊരു മുഖം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. 40 പാർലമെന്റ് അംഗങ്ങളാണ് തമിഴ്നാടിനുള്ളത്. തമിഴ്നാട്ടിലെ DMK കഴിഞ്ഞാൽ ആ പാർട്ടിയിലുള്ള മുഴുവൻ ഘടകകക്ഷികളെയും കാര്യം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ആ പാർട്ടിക്ക് നിർലോഭമാണ് സീറ്റുകൾ കൊടുത്തത്. 9 സീറ്റ് കോൺഗ്രസിന് കൊടുത്തിരിക്കുന്നു, 2 സീറ്റ് CPM-ന് കൊടുത്തിരിക്കുന്നു, അങ്ങനെ മുസ്ലിം ലീഗിന് കൊടുത്തിരിക്കുന്നു. പാർലമെന്റിലില്ല. ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും CPM-ന്റെ സീറ്റ് കോയമ്പത്തൂരായിരുന്നു. പക്ഷേ കോയമ്പത്തൂർ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് അണ്ണയമലൈ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നൊരു 4-5 സീറ്റ് പിടിച്ചെടുക്കണമെന്ന വാശിയുള്ള പാർട്ടി അമിത്ഷായും മോഡിയും നിരന്തരമായി തമിഴ്നാട്ടിൽ കയറിയിറങ്ങുന്നു. കോയമ്പത്തൂരിൽ BJP സാന്നിധ്യം ഉറക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. എന്ത് ചെയ്തു സ്റ്റാലിൻ? കോയമ്പത്തൂർ സീറ്റ് DMK ഏറ്റെടുക്കുന്നു. എന്നിട്ടോ ലീഗിന്റെ ഉറച്ചുകോട്ട മലപ്പുറം എന്ന് പറയുന്നത് പോലെ DMK-യുടെ ഉറച്ച കോട്ട ഡിണ്ടിഗൽ. ആരെ നിർത്തിയാലും ജയിക്കും. അവിടെയാ സീറ്റ് കൊടുത്ത് CPM-ന്. എന്നിട്ട് അണ്ണാമലയ്ക്കെതിരെ പോരാടി ഈ പാർട്ടി. BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെ ബഹുഭൂരിപക്ഷത്തിന് അവിടെ പരാജയപ്പെടുത്തി DMK ജയിച്ചു. തമിഴ്നാട്ടിൽ ഒരാൾക്ക് ഒരു സീറ്റ് പോലും BJP-ക്ക് കൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച ആ പാർട്ടി 40-ൽ 40 സീറ്റും നേടിയെടുത്തു. അപ്പോഴോ നമ്മളെ കേരളത്തിൽ എന്താ ചെയ്തത്? ഒരു നിലക്കും രാഷ്ട്രീയമായി കടന്നു വരാൻ BJP-ക്ക് ഒരു പഴുതുമില്ലാത്ത കേരളത്തിൽ വളരെ വിശാലമായ പരവതാനി തൃശ്ശൂരിൽ വിരിച്ചു കൊടുക്കുന്നു. ആരാ കൊടുത്തത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഒരു മടിയുമില്ലാതെ നേർക്ക് നേരെ നിന്ന് ഞാൻ പറയും, അതാണ് പൂരം അന്വേഷിച്ചിട്ട് ഇപ്പോഴും DGP-ക്കെതിരെ നടപടിയെടുക്കാത്തത്. എന്താണ് തൃശ്ശൂർ പൂരം? തൃശ്ശൂരിന്റെ വികാരം മാത്രമാണോ? ഈ കേരളത്തിന്റെ വികാരമാണ് തൃശ്ശൂർ പൂരം. അതിൽ ജാതിമത വ്യത്യാസമില്ല. അവിടുത്തെ ജനങ്ങളെ ഈ സർക്കാരിനെതിരാക്കാനുള്ള ഏറ്റവും നല്ല ആയുധം പൂരം കലക്കണം. കലക്കിയാൽ മാത്രം പോരാ, ഒന്നായിട്ട് കലക്കണം. 2 ദിവസമാണ് ഈ അജിത് കുമാർ ക്യാമ്പ് ചെയ്തല്ലോ. റിപ്പോർട്ട് കൊടുത്തല്ലോ. എന്തായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്? അജിത് കുമാർ തൃശ്ശൂരിൽ ആ ദിവസവും തലേന്നുമില്ല. ഞാൻ അന്നും പറഞ്ഞു, എന്തിനാണ് അജിത് കുമാർ അവിടെ നിൽക്കേണ്ട ആവശ്യം? അദ്ദേഹം ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് പൂരം കലക്കാനാണെങ്കിൽ ഈ പറയുന്നത് ശരിയാണ്. പക്ഷേ മുൻകൂട്ടി ഉണ്ടാക്കിയ പ്ലാൻ ചെയ്ത കഥയും തിരക്കഥയും സംവിധാനവും ഒരുക്കി അതിൽ അഭിനയിക്കാൻ ഒരു IPS ഓഫീസറെ ചുമതലപ്പെടുത്തി തൃശ്ശൂരിൽ നിന്നുകൊണ്ട് നേരിട്ട് നിയന്ത്രിച്ചു. എന്താ ധൈര്യം? അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ആവശ്യമുണ്ടോ? ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അദ്ദേഹത്തിനെ നിയന്ത്രിക്കാലോ. അപ്പൊ എന്താണ് അജിത് കുമാർ കരുതിയത്? ഇതിന്റെ മുകളിലൊന്നും ഒരു കാലത്തും ഒരു അന്വേഷണവും വരില്ല. അപ്പൊ മുഖ്യമന്ത്രിയെ തൃപ്തിപ്പെടുത്തണം. മനസ്സിലായോ?
ഗൂഢാലോചന നടത്തി ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഒരു സംസ്ഥാനത്തിൻ്റെ ADGP തീരുമാനിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്നത് നയിക്കേണ്ട കാര്യമൊന്നുമില്ല. വിദൂരത്ത് നിന്നുകൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കും ഏത് ADGPക്കും. പക്ഷേ നേരിട്ട് നിയന്ത്രിക്കുക, എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെല്ലാണ്. മനസ്സിലായില്ലേ? എങ്ങനെയുണ്ട്? അഭിമാനം കൊള്ളുന്നു. ആ പൂരങ്കലയ്ക്ക് BJPക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തു കേരളത്തിൽ. ഇപ്പൊ ഞാൻ ഇവരുടെ മൂട്ടിൽ നിൽക്കണമോ? BJPക്ക് കടന്നു കയറാൻ എല്ലാ വാതിലുകളും കൊട്ടിയടച്ച ദ്രാവിഡ മുന്നേറ്റ കഴകം സ്റ്റാലിനെ പോലെയുള്ള ഒരു നേതാവിനെ ഈ സാമൂഹിക മുന്നേറ്റത്തിന് ഞാനൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനല്ല പോയത്. ഈ നാടിൻ്റെ വിപത്തിനെതിരെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു സാമൂഹിക മുന്നേറ്റം കേരളത്തിൽ ഞങ്ങൾ തുടങ്ങുന്നു. അതിന് താങ്കളുടെ ആശീർവാദം വേണം. തമിഴ്നാട്ടിൽ ജനങ്ങളുടെ ആശീർവാദം വേണം. ആ ആശീർവാദം തേടിപ്പോയതാ ഞാൻ. ഇതൊരു രാഷ്ട്രീയ മുന്നേറ്റമല്ല, ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുമല്ല. ഇത് പരിപൂർണമായും ഒരു സാമൂഹിക മുന്നേറ്റമായി സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന ഇവിടുത്തെ നയരേഖയിൽ സൂചിപ്പിച്ച അനീതിക്കും അക്രമത്തിനുമെതിരെ ഈ നാട്ടിലെ നിഷ്കളങ്കരായ മനുഷ്യരെ അണിനിരത്തിക്കൊണ്ടുള്ള നിയമപരമായ ജനകീയ മുന്നേറ്റം. അതാണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഉദ്ദേശിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇനി വേറെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ, പാലക്കാടും ചേലക്കരയിലും. പാവം കോൺഗ്രസ്സുകാർ പെടാൻ പോവാണ്. എന്താ സ്ഥിതി? പാലക്കാട് BJPക്ക് കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞു. അതിൻ്റെ അലയൊലികൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ചേലക്കര BJP CPM-ന് വോട്ട് ചെയ്യും. കൃത്യമായ പ്ലാനിങ്. ആരാ നേതൃത്വം? ഈ പറയുന്ന ADGP അജിത് കുമാർ. പാർലമെന്റിൽ ഒരു സീറ്റ്, നിയമസഭയിൽ ഒരു സീറ്റ്. അത് അങ്ങേരങ്ങ് ഹോൾസെയിലായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം. ഇതാണ് ഞാൻ ഈ പറയുന്ന നെക്സസ്. ഈ രാഷ്ട്രീയ നെക്സസ് തുടർന്നാൽ എന്ത് നീതിയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് ഈ നെക്സസിന്റെ വലിപ്പം. ഇതിലെല്ലാ പാർട്ടിയിലെയും ഉന്നതരായ നേതാക്കന്മാരുടെ ചില വിഭാഗങ്ങളുണ്ട്. എന്താണ് മാമി കേസ് എവിടെയും എത്താത്തത്? 13 മാസം മുമ്പ് കോഴിക്കോട്ട് അങ്ങാടിയിൽ നിന്ന് ഒരു സാധാരണ മനുഷ്യനെ പോലെ കൂട്ടുകാരോടൊപ്പം വണ്ടിയിൽ കയറിപ്പോയ മാമിയെ കാണാനില്ല. ടൗണിൽ നിന്ന് 13 കിലോമീറ്റർ മാത്രം ദൂരമാണ് മാമി സഞ്ചരിച്ചിട്ടുള്ളത്. ടവർ ലൊക്കേഷൻ അങ്ങനെയാ പറയുന്നു. എവിടെ പോയി മാമി? അവിടെയാണ് ഈ നെക്സസ് പ്രവർത്തിക്കുന്നത്. ഒന്നും അറിയാത്ത ഒരു സാധു പയ്യൻ റിദാൻ ബാസിൽ എങ്ങനെയാണ് കൊല ചെയ്യപ്പെടുന്നത്? ഈ കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട ADGP അജിത് കുമാറും സുജിത് ദാസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഈ റിദാൻ ബാസിലിന്റെ ഫോണിലുണ്ടായിരുന്നു അത്രേ. ഇടക്കാലത്ത് റിദാൻ ബാസിലിനെ പോലീസ് ഒരു ഇൻഫോമറായി ഉപയോഗിച്ചിരുന്നു. ആ ഇൻഫർമേഷന്റെ ഭാഗമായി പോലീസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ, വീഡിയോകൾ, വളരെ അപകടകരമായ ഫോൺ സന്ദേശങ്ങൾ റിദാൻ ബാസിലിന്റെ കയ്യിലെത്തുന്നു. റിദാൻ ബാസിൽ ഏറ്റവും അടുത്ത അവൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം അതിനൊരു വർഷം മുമ്പ് ഈ ഡാൻസ് ഓഫ് സംഘം ഈ റിദാൻ ബാസിലിനെ ഒരു മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുത്തി 1 വർഷത്തോളം ജയിലിലടച്ചതാണ്.
ജയിലിൽ നിന്നാണ് മറ്റു ചങ്ങാത്തങ്ങൾ ഉണ്ടാകുന്നത്. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ റിദാൻ ബാസിലി സംഘവുമായി ബന്ധപ്പെട്ട് സ്വർണം പൊട്ടിക്കൽ ഇൻഫോം ചെയ്യുന്ന ചെറിയ ചെറിയ വിവരങ്ങൾ കൊടുക്കുന്ന പോലീസിന്റെ ഡാൻസാഫിന്റെ ഒരു ഇൻഫോമറായി മാറുക. അപ്പോ പോലീസിനെതിരെ പ്രതികാരം ചെയ്യാനുള്ള നല്ലൊരു മനസ്ഥിതിയോട് കൂടിയിട്ടാണ് കരുതി കൂട്ടി ഈ റിദാൻ ബാസിൽ ഇൻഫോമറായി മാറുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ പോലീസിനത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കുറച്ചങ്ങോട്ട് പോകുമ്പോഴാണ് ഈ കള്ളക്കടത്ത് സംഘത്തിന് ഈ കാര്യങ്ങൾ പിടികിട്ടുന്നത്. എന്തിനേറെ പറയുന്നു, മലപ്പുറം ജില്ലയിലെ ഒരു പോലീസ് ഓഫീസറോട് ഈ മരിക്കുന്നതിൻ്റെ 2 മാസം മുമ്പ് ഈ കുട്ടി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് ചില തെളിവുകളുണ്ട്, അത് ഞാൻ പുറത്തുവിടും. ഒരു പക്ഷേ ആ വിവരം അറിഞ്ഞാൽ അവർ എന്നെ ഇല്ലായ്മ ചെയ്തേക്കാമെന്ന് അന്ന് പോലീസിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് റിദാൻ ബാസിൽ മൊഴി പറഞ്ഞിരിക്കുന്നു. SIT അന്വേഷണം ഇപ്പോഴും എവിടെ എത്തുന്നില്ല. ഞാൻ നൽകിയ പരാതിയിൽ SIT അന്വേഷിക്കേണ്ടതാണ് ഈ കേസ്. SIT അതിൻ്റെ ഇനീഷ്യൽ അന്വേഷണം നടക്കുന്നതിനിടക്ക് തന്നെ ഈ അന്വേഷണം മരവിപ്പിച്ച് കിട്ടാൻ എടവണ്ണ പോലീസ് ഈ കേസുള്ള മഞ്ചേരി കോടതിയിൽ വിചാരണ നിർത്തിവെക്കണമെന്നും പുനരന്വേഷണത്തിന് അവർക്ക് ഉത്തരവ് കൊടുക്കണമെന്ന് പറഞ്ഞ് അപേക്ഷ നൽകുന്നു. കോടതി ആ അപേക്ഷ അംഗീകരിക്കുന്നു. കോടതിക്ക് അങ്ങനെ ഒരു അപേക്ഷ വന്നാൽ അത് അംഗീകരിക്കുകയല്ലാതെ മാർഗമില്ല. അപ്പോൾ SITയിൽ നിന്ന് അത് പോയി. ഇപ്പം ആരാ അന്വേഷിക്കുന്നത്? മുന്നേ അന്വേഷിച്ച അതേ സ്റ്റേറ്റ് പോലീസ് അജിത് കുമാർ. അങ്ങനെ കൂട്ടുപിടഞ്ഞു കിടക്കുന്നു. ഇതാണ് നാടിൻ്റെ അവസ്ഥ. സുജിത് ദാസ് IPS മലപ്പുറം ജില്ലയിൽ SP ആയി വന്നതിന് ശേഷം ഈ മലപ്പുറം ജില്ലക്കുണ്ടായ പോലീസിൽ ഈ ഡാൻസ് ഓഫ് സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു ക്രിമിനൽ സംഘം പോലീസിൽ രൂപപ്പെടുകയാണ്. അവരുടെ ജോലി മയക്കുമരുന്ന് കച്ചവടം. മയക്കുമരുന്ന് അവർ തന്നെ ഇറക്കുമതി ചെയ്യുന്നു, അത് വിൽക്കാൻ ആളുകളെ ഏൽപ്പിക്കുന്നു. അവരിൽ നിന്ന് തന്നെ ഇരകളെ കണ്ടെത്തി കേസിൽ കൊടുക്കാൻ അപരാധികളോടൊപ്പം അപരാധികളുടെ എണ്ണം തികഞ്ഞില്ലെങ്കിൽ നിരപരാധികളെ കേസിൽ ബുക്ക് ചെയ്യുന്നു. എത്ര എണ്ണം സർക്കാർ ഉദ്യോഗസ്ഥൻ ജാമ്യം നിൽക്കേണ്ട പല കേസുകളിലും. കാരണം റിക്കവറി നടത്തുമ്പോൾ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ വേണം ഇത് റെക്കോർഡ് ചെയ്യാൻ. ആ റെക്കോർഡ് ചെയ്ത പല കേസുകളിലും ഈ പറയുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ആ സ്പോട്ടിലില്ല. പക്ഷേ അവരെ കൊണ്ട് സ്റ്റേറ്റ്മെന്റ് എഴുതി ഒപ്പിടിച്ച് വാങ്ങിയിരിക്കുന്നു. അവരുടെ സാന്നിധ്യത്തിലാണ് ഈ മയക്കുമരുന്ന് പിടികൂട്ടിയിട്ടുള്ളത് എന്ന്. പക്ഷേ അവരുടെ ടവർ ലൊക്കേഷൻ ആ സമയത്ത് പരിശോധിച്ചാൽ ഈ പറയുന്ന തിരൂര് താനൂര് പാലത്തിൻ്റെ ചോട്ടിലൊന്നും ഈ വില്ലേജ് ഓഫീസറും ഈ പറയുന്ന താലൂക്ക് ഉദ്യോഗസ്ഥരൊന്നും ആ സ്ഥലത്തില്ല. അന്വേഷണം വരുമ്പോൾ വരിയായിട്ട് വരാൻ പോവുകയാണ്. നിരപരാധികളെ ജയിലിൽ തള്ളിയ കേസുകൾ സത്യസന്ധമായി അന്വേഷിക്കുകയാണെങ്കിൽ ആ കേസ് ഈ സാധാരണ മനുഷ്യരെ കുടുക്കി ജയിലിലടച്ച ഉദ്യോഗസ്ഥന്മാർ ജയിലിലേക്ക് പോകും. ഒരു പ്രപഞ്ച സത്യം പോലെ ഈ തെളിവുകൾ ഇവിടെ കിടക്കുക. പക്ഷേ അന്വേഷണം വഴിതിരിച്ചു വിടുന്നു. ഒരു ജില്ലയാകെ ക്രിമിനലുകൾ അല്ലേ? എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്? മലപ്പുറം ജില്ല ക്രിമിനലുകളുടെ നാട് അല്ലേ? ഉദ്ദേശിച്ചത് അതാണെങ്കിൽ പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ 10-25% അല്ലാത്ത മതസ്ഥരും ഈ ജില്ലയിൽ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു മതത്തിൽപ്പെട്ടവരെ മാത്രം കുറ്റവാളിയാക്കുമ്പോൾ അവരോടൊപ്പം ഒരു പായൽ കിടന്നുറങ്ങുന്ന, ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന, ഈ അങ്ങാടിയിൽ ഇറങ്ങി മുഹമ്മദും
ഭാസ്കരേട്ടനും ഒരു ചായ മുറിച്ചു കുടിക്കുന്ന മലപ്പുറം ജില്ലയിൽ അങ്ങനെ ഒരു സമൂഹം കൂടി ഇവിടെ ജീവിക്കുന്നുണ്ടോ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി? അവരെ കൂടി നിങ്ങൾ ക്രിമിനൽ വൽക്കരിക്കുന്നു. തിരുത്താൻ പാർട്ടി തയ്യാറുണ്ടോ? സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയാൻ പാർട്ടി തയ്യാറുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഉന്നയിച്ച ഈ കാര്യങ്ങൾ മുഴുവൻ അവജ്ഞയോടെ തള്ളിക്കളയുന്നു. ഈ നാട്ടിലെ സാധാരണക്കാരുടെയും പാവങ്ങളുടെയും പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബഹുമാന്യനായ സംസ്ഥാന സെക്രട്ടറി തള്ളിക്കളയുന്നു. ഞാൻ എന്തുമായിട്ടാണ് രംഗത്തേക്ക് കടന്നു വരുന്നത്? ഈ നാട്ടിലെ സാധാരണക്കാരായ പൊതുപ്രവർത്തകർക്ക്, സഖാക്കൾക്ക് ഈ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ല. പോലീസ് സ്റ്റേഷനുകളിൽ മിക്കതും അപരവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. പൊതുപ്രവർത്തകരെ അപമാനപ്പെടുത്തുന്ന സംസ്കാരം അത് പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല, വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും ആശുപത്രികളിലും ഈ പറയുന്ന സർക്കാരിൻ്റെ സകല ഓഫീസുകളിലും പൊതുപ്രവർത്തകരെ അടുപ്പിക്കേണ്ടെന്ന കഴിഞ്ഞ 8 വർഷക്കാലത്തെ പിണറായി നയം എന്താക്കി മാറ്റി? അഴിമതിയുടെ കൂത്തരങ്ങായി മാറി കേരളത്തിൻ്റെ സർക്കാർ ഓഫീസുകളിൽ മിക്കതും. പണം കൊടുക്കാതെ ഒരു റെസീറ്റ് പോലും ലഭ്യമാകാത്ത അവസ്ഥയിലേക്ക് കേരളം എത്തിക്കഴിഞ്ഞു. അറസ്റ്റ് ചെയ്യപ്പെടുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് വിജിലൻസുകാർ തലകറങ്ങി വീഴുകയാണ്. ബെഡ് പൊക്കി നോക്കിയാൽ അതിൻ്റെ അടിയിൽ പണം, അടുക്കളയിലെ പാത്രങ്ങൾ എടുത്താൽ അതിൻ്റെ ഉള്ളിൽ ലക്ഷങ്ങൾ, അലമാര തുറന്നു നോക്കിയാൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ. ആരുടെ കയ്യിലാ? വില്ലേജ് ഓഫീസർമാരുടെ കയ്യിൽ. അപ്പൊ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പറയേണ്ടതുണ്ടോ? പാവപ്പെട്ട ഒരു സാധു 4 സെന്റ് ഭൂമി ഈ പറയുന്ന ലൈഫ് പദ്ധതിയിൽ 4 കൊട്ട മണ്ണിടാൻ ചെന്നാൽ ഒരു കാലത്തും പെർമിഷൻ കൊടുക്കൂല. നടന്ന് ചെരുപ്പ് തേയുക അല്ലാതെ വേറൊരു വഴിയില്ല. എന്നാലോ നിങ്ങളൊക്കെ ഈ ടാറിട്ട റോട്ടിലൂടെ പോകുമ്പോൾ 100 കണക്കിന് ഏക്കർ ഭൂമികൾ മണ്ണിട്ട് നിരത്താൻ യാതൊരു പ്രയാസവുമില്ല. നീതിപൂർവം ഭരണം നടത്തുന്ന ഈ ഗവൺമെന്റിന്റെ കീഴിൽ PV അൻവർ കത്ത് കൊടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഒരു വട്ടമല്ല, പലവട്ടം. ഇന്നലെ പറഞ്ഞല്ലോ ഗോവിന്ദ മാഷ്, അൻവർ ഒരു കത്തും തന്നില്ല എന്ന്. ഞാൻ കഴിഞ്ഞ 1.25 മാസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, AKG സെന്ററിൽ ഞാൻ കൊടുത്ത കത്തുകൾ ബൈൻഡ് ചെയ്താൽ ഒരു നോവലിനെക്കാളും ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് ഈ ഒന്നിച്ചില്ല മാസം പറഞ്ഞപ്പോഴും മാഷ് പറഞ്ഞില്ല അൻവർ ഒരു കത്തും തന്നില്ല എന്ന്. ഇപ്പതാ 2 ദിവസം മുമ്പ് പറയാ അൻവർ അങ്ങനെ ഒരു കത്തും തന്നിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? AKG സെന്ററിൻ്റെ അലമാര പോയി കുത്തി തുറന്ന് ഈ ഫയലുമായി ജനങ്ങളുടെ മുന്നിലേക്ക് വരാൻ സാധിക്കുമോ? ഒരു പരിധി വേണ്ടേ കളവ് പറയുന്നതിന്? ഞാൻ തന്നില്ലായിരുന്നെങ്കിൽ മുൻകൂട്ടി എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? എന്തേ ഇപ്പൊ പറയുന്നു? അതാണ് രീതി. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിന് ഇറങ്ങിയതാ ഞാൻ. നിങ്ങളോടൊപ്പം കഴിഞ്ഞ 8 വർഷം ഞാൻ എങ്ങനെ ജീവിച്ചു എന്നറിയുന്നവരാണ് കേരളത്തിലെ ഓരോ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും. ഇഞ്ചോടിഞ്ച് നിങ്ങളോടൊപ്പം നിന്ന് ആ പാർട്ടിയുടെ നിലനിൽപ്പിനും പോരാട്ടത്തിനും കലവറയില്ലാതെ പിന്തുണ നൽകി 10,000-കണക്കിന് ശത്രുക്കളെ നേടി ആ പാർട്ടിക്കൊപ്പം നിന്നവരാണ് PV അൻവർ. എൻ്റെ സ്വാർത്ഥമായ ഒരു കാര്യത്തിന് കേരളത്തിലെ ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസറെ PV അൻവറിന്റെ കാര്യത്തിന് PV അൻവർ വിളിച്ചു എന്ന് ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്താൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം സഖാക്കളെ. നിങ്ങൾ ഈ സമൂഹത്തിൽ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾ അതിന് മറുപടിയില്ലാതെ
അതിന് പരിഹാരമില്ലാത്ത നിലപാടുകൾ ഈ പാർട്ടി സ്വീകരിച്ചപ്പോൾ, ഈ ഗവൺമെന്റ് സ്വീകരിച്ചപ്പോൾ പാർട്ടിയുടെ സീമകൾ ലംഘിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് വിളിച്ചു പറയേണ്ടി വന്ന ഗതികേടിന്റെ ഉടമയാണ് PV അൻവർ. ആ അൻവറിനെയാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിയും പടിക്ക് പുറത്താക്കിയത്. പാർട്ടി പറഞ്ഞതനുസരിച്ചില്ല. പാർട്ടി പറഞ്ഞതെന്താ അനുസരിക്കാത്തത്? ഞാൻ പരസ്യ പ്രസ്താവനകൾ നടത്തിയപ്പോൾ പാർട്ടി നിർത്തണമെന്ന് അഭ്യർത്ഥിച്ചു. ഞാൻ നിർത്തിയല്ലോ. ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, പാർട്ടിക്ക് ഞാൻ കീഴ്പ്പെടുന്നു, പൊതുവായിട്ടുള്ള ഒരു പ്രസ്താവനയും ഞാൻ നടത്തില്ല. പക്ഷെ ഒറ്റക്കാര്യം, ഞാൻ നൽകിയ പരാതികൾ സത്യസന്ധമായി അന്വേഷിക്കണം. ആ അന്വേഷണത്തിന്റെ ഉത്തരവാദിത്തം പാർട്ടി ഏറ്റെടുക്കുമെന്ന കണ്ടീഷനിൽ ഞാൻ നിർത്തി. എന്തു സംഭവിച്ചു? രണ്ടാമത്തെ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി പത്രക്കാരോട് പറഞ്ഞതെന്താ? ഈ കള്ളക്കടത്ത് സംഘത്തിന് സഹായം നൽകുന്ന ചില ആളുകൾ ഈ പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിലുണ്ടോ എന്ന് പരിശോധിക്കൂ. അപ്പൊ പത്രക്കാർ ചോദിച്ചു, അല്ലേ? നിങ്ങളല്ല ചോദിച്ചത്, അതാരാ? PV അൻവറാണോ? എന്താ മറുപടി? എനക്കറിയില്ല. അത് നിങ്ങൾ പറഞ്ഞോ? പിന്നെന്താ പറഞ്ഞത്? ഗവർണർ ഒരു കത്ത് നൽകിയിട്ടുണ്ട് അൻവറിനെ പറ്റി അന്വേഷിക്കാൻ. പേടിപ്പിക്കുക അല്ലേ? ഗവർണർ ഓഫീസുമായി ഞാൻ ബന്ധപ്പെട്ടു. ഗവർണർ അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല. ഗവർണർ നൽകിയ പരാതി PV അൻവർ പറഞ്ഞ ഫോൺ ചോർത്തൽ അന്വേഷിക്കണം, അല്ലാതെ PV അൻവറിനെ അന്വേഷിക്കാനല്ല പറഞ്ഞത്. ഇപ്പം എന്താ ചെയ്തത്? ഇവിടുത്തെ SOGയുടെ ഫോൺ ഇന്റർപ്രറ്റേഷൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അജിത് ദാസും ADGP അജിത് കുമാറും കൊച്ചിയിലും അരീക്കോട്ടും ഉള്ള ഈ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ പ്രമുഖന്മാരുടെയും മന്ത്രിമാരുടെയും പൊതുപ്രവർത്തകരുടെയും വാർത്താമാധ്യമങ്ങളുടെയും ഫോണുകൾ ചോർത്തിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. അവിടെ ജോലി ചെയ്യുന്നവർ ഇന്ന ആളുകളാണ്. അവരിൽ ഈ മെസ്സേജ് കൈമാറുന്നത് ഇന്ന ആളാണ്. പേരടക്കം പെൻ നമ്പർ അടക്കം എഴുതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കൊടുത്തു. അതിനെക്കുറിച്ച് അന്വേഷണമല്ല. ഇപ്പം ആ പരാതി കൊടുത്ത അൻവറിൻ്റെ പേരിൽ ഫോൺ ചോർത്തിയതിന് മഞ്ചേരി പോലീസിൽ പരാതി. എത്ര കേസുകൾ? ഇനി എത്ര എണ്ണം വരും? വരട്ടെ. ഒരൊറ്റ കാര്യമേ ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. മണിക്കൂറുകൾ സംസാരിക്കാൻ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിലേക്ക് ഇപ്പം കിടക്കുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച നയരേഖ നിങ്ങളുടെ മുന്നിൽ ഈ സാമൂഹിക മുന്നേറ്റത്തിന് കേരളത്തിൻ്റെ ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മളിത് കൊടുത്തിരിക്കുകയാണ്. നിങ്ങളാണ് ഇനി അത് പരിശോധിക്കേണ്ടത്. അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. പോലീസിൽ കടന്നു വന്നിട്ടുള്ള ഈ പക്ഷപാതിത്വം ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിന് നിയമ പരിരക്ഷ നൽകണം എന്നാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ച പ്രധാനമായ ഒരു വിഷയം. രാജ്യത്തിൻ്റെ ഭരണഘടന എല്ലാ പൗരന്മാർക്കും നൽകുന്ന എല്ലാ അവകാശങ്ങളിലും ഒരു വിഭാഗത്തെ മാത്രം അപരവൽക്കരിക്കുന്ന ഈ നടപടി അത് കൈകാര്യം ചെയ്യാൻ നിയമം കൊണ്ടുവരണം എന്ന് നമ്മൾ നയരേഖയിൽ പറയുന്നു. നിങ്ങൾ പരിശോധിക്കണം. മറ്റൊരു കാര്യം എന്താണ്? പ്രധാനമായിട്ടും ഈ പറയുന്ന മലയോര മേഖലയിലെ വന്യജീവി ആക്രമണങ്ങളുടെ ഫലമായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾക്കൊരു പരിഹാരമുണ്ടാക്കാൻ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ നിർദ്ദേശിക്കുന്നു. പക്ഷേ ഈ മലബാരത്തിൽ മുഴുവൻ ജനങ്ങൾ ഇറങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന പശ്ചിമഘട്ടത്തിൻ്റെ ഭൂവിസ്തൃതി വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലോകത്തെ പല സംഘടനകളുമുണ്ട്. എന്താണ് അവർക്ക് പശ്ചിമഘട്ടത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യം? നമുക്കറിയാം, ആഗോളതാപനം
ചൂട് വർദ്ധിക്കുകയാണ് ഭൂമിയിൽ. 1/2 ഡിഗ്രി കൂടി ചൂട് വർദ്ധിച്ചാൽ ലോകത്തിലെ ഐസ് മലകൾ ഉരുകുമെന്നും ആ ഐസ് മലകൾ ഉരുകി വെള്ളമായി കടലിലെത്തിയാൽ ഇന്നത്തെ സീ ലെവലിൽ നിന്നും 1 മീറ്റർ 1.5 മീറ്റർ ഉയരം മാത്രമുള്ള ഭൂപ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിൽ അടിയാകുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് ലോകം നീങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ചൂട് നിയന്ത്രിക്കേണ്ടതുണ്ട്. ആ ചൂട് നിയന്ത്രിക്കുന്നതിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്നു പശ്ചിമഘട്ടം. ആ പശ്ചിമഘട്ടത്തിലെ വനവിസ്തൃതി വർദ്ധിക്കേണ്ടതുണ്ട്. കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. കാർബണിന്റെ അളവ് കുറക്കാൻ വനവൽക്കരണം മാത്രമാണ് അതിനുള്ള പരിഹാരം. അപ്പോൾ എന്താ വേണം? ഈ പശ്ചിമഘട്ടത്തിലുള്ള ജനവാസം കുറക്കണം, മനുഷ്യവാസം കുറയണം. ആരുടെ ആവശ്യം? ഞാൻ ഈ സൂചിപ്പിച്ച സീ ലെവലിൽ നിന്നും 1.5 മീറ്റർ മാത്രം ഉയരത്തിൽ നിൽക്കുന്ന, എന്തിനേറെ പറയുന്നു, നമ്മുടെ കോഴിക്കോട് അങ്ങാടി പോലും മുങ്ങും. തൊട്ടടുക്ക് കിടക്കുന്ന ലക്ഷദ്വീപ് മുങ്ങിപ്പോകും. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന മാലിദ്വീപ് വെള്ളത്തിനടിയിലാകും. അതിൻ്റെ പടിഞ്ഞാറ് കിടക്കുന്ന ശ്രീലങ്ക വെള്ളത്തിനടിയിലാകും. 1.5 മീറ്റർ വെള്ളം സീ ലെവലിൽ നിന്ന് പൊങ്ങിയാൽ അങ്ങനെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ അപകടാവസ്ഥയിലേക്ക് ഈ ഐസ് മലകളുടെ ഉരുക്കം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഭൂവിസ്തൃതി വർദ്ധിപ്പിക്കാൻ ലോകത്തെ പല രാജ്യങ്ങളും കാർബൺ ഫണ്ട് നൽകുന്നു നമ്മുടെ രാജ്യത്തിന്. ആ ഫണ്ട് ഈ മലകളിൽ താമസിക്കുന്ന ഈ കാർഷിക കുടുംബങ്ങൾക്ക് നൽകി അവരുടെ ജീവിതം മെച്ചപ്പെടുത്തി കൂടുതൽ ഫോറസ്റ്റൈസേഷൻ നടത്തണമെന്ന നിബന്ധന കാറ്റിൽ പറത്തി ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഒരു പദ്ധതി നടക്കുന്നുണ്ടല്ലോ. എത്ര ഭൂമി ഉണ്ടെങ്കിലും 15 ലക്ഷം കൊടുക്കും സർക്കാർ. നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് തന്നെ ഏകദേശം 70-ഓളം കുടുംബങ്ങൾ സറണ്ടർ ചെയ്തു അവരുടെ കൃഷിഭൂമി. ആർക്ക്? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്. എന്തിനാ സറണ്ടർ ചെയ്തത്? വന്യമൃഗശല്യം താങ്ങാൻ കഴിയുന്നില്ല. ഞാൻ ശക്തമായി അതിനെതിർത്തു. ഈ കുടുംബങ്ങളുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തു. നിങ്ങളിത് ചെയ്യരുത്. കാരണം അവർ ചെയ്താൽ എന്താ അപകടം? ഒരു മേഖലയിലുള്ള വീടുകൾ ഒഴിഞ്ഞു പോകുന്നതോടുകൂടി ആ പ്രദേശം പിന്നെ കാട് മൂടുകയാണ്. പിന്നെ അടുത്ത് കിടക്കുന്ന അടുത്ത മേഖലയിലേക്ക്, അടുത്ത വീട്ടിലേക്കായി വന്യമൃഗങ്ങളുടെ ആക്രമണം. അതുകൊണ്ട് നിങ്ങളത് ചെയ്യരുത്. പക്ഷേ നിവൃത്തികേട് കൊണ്ട് ആളുകൾ വിറ്റിറങ്ങുന്നു കിട്ടുന്ന പൈസക്ക്. എന്താ ഈ കാട്ടാനകൾ സ്വൈരവിഹാരം നടത്തുന്നു അങ്ങാടികളിൽ? എന്താ കാരണം? ആനക്ക് തിന്നാൻ കാട്ടിലൊന്നുമില്ല. ആനയുടെ ഇഷ്ടഭക്ഷണം എന്താ? മുളയാണ്. സ്ഥിരമായി ഗൂഡല്ലൂരിലേക്കും പന്തല്ലൂരിലേക്കും ഗുണ്ടൽപേട്ടിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സ്ഥിരം കച്ചവടക്കാരായ ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഒരു 5-6 വർഷം മുമ്പ് വരെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഗൂഡല്ലൂർ തൊട്ട് ഗുണ്ടൽപേട്ട വരെ ഈ ഫോറസ്റ്റിൽ തിങ്ങി നിറഞ്ഞ് നിന്നിരുന്നത് മുളകളാണ്. ഒരൊറ്റ മുളയുടെ കുണ്ട നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? ഒറ്റൊന്ന്. എങ്ങനെയാണ് ഈ മുളകൾ ഒറ്റയടിക്ക് നശിച്ചു പോയത്? മലമ്പ്രദേശത്ത് വനമേഖലക്ക് താമസിക്കുന്ന ആളുകൾ പറയുന്നു, ഫോറസ്റ്റിൽ തന്നെ ഒരു വിഭാഗം ഇത് നശിപ്പിക്കാനുള്ള മരുന്ന് ഈ മുളക്ക് കീഴെ കൊണ്ടിടുന്നു. വിശ്വസിക്കാൻ കഴിയോ? ജുഡീഷ്യൽ അന്വേഷണം നടത്തേണ്ട കേസാണ്. നമുക്കൊന്ന് വിശന്നു പോട്ടെ. ഇപ്പൊ 1.5-2 മണിക്കൂർ 2.5 മണിക്കൂറായി നിങ്ങൾ നിൽക്കുന്നത്. ഒരു 2 മണിക്കൂറും കൂടി നിങ്ങളെവിടെ നിർത്തിയാൽ ഇറങ്ങി ഓടും നമ്മൾ ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന ഹോട്ടലിലേക്ക്. കച്ചവടം പൂട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് നിർത്ത്, ഒരു 5 മിനിറ്റ് ഉള്ള ഒരു പൊറാട്ടയെങ്കിലും കൊണ്ടാ എന്ന് പറയും അല്ലേ? അതാണ് വിശപ്പ്. ആനയെപ്പോടെയുള്ള ഒരു വന്യമൃഗത്തിന് വിശന്നാൽ എന്ത് ചെയ്യും? ഭക്ഷണം തേടി വരുന്നു ആനകൾ പച്ചപ്പുള്ള പ്രദേശങ്ങളിലേക്ക്. ആരാണ് ഉത്തരവാദി? ഈ ഗവൺമെന്റും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും. എന്താ സർക്കാരിന്റെ നിലപാട്?
ചവിട്ടിക്കൊന്ന 10 ലക്ഷം കൊടുക്കും. കുടിക്കാൻ വെള്ളമില്ല കാടുകളിൽ മൃഗങ്ങൾക്ക്. കാടുകളിൽ ഉണ്ടായിരുന്ന സ്വാഭാവിക കുളങ്ങൾ മുഴുവൻ മൂടിപ്പോയി, മറ്റൊരു നിലക്ക് മൂടപ്പെട്ടു എന്നും പറയുന്നു. ഇപ്പൊ ഫോറസ്റ്റിന്റെ പണി എന്താ? കാടുകൾക്കുള്ളിൽ 2-3 കിലോമീറ്റർ അപ്പുറത്തുണ്ടായിരുന്ന കുളങ്ങൾ പാടെ മൂടിപ്പോയി. മനുഷ്യവാസ പ്രദേശത്തിന് മീറ്ററുകൾക്കപ്പുറം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കുളം കുത്തുന്നു. പോത്തുകല്ലിൽ ഞാൻ നേരെ പോയി തടുത്തു. ഇന്നലെ ചാലിയാറിൽ നിന്ന് ഫോൺ വരുന്നു. എൻ്റെ മണ്ഡലമല്ല, അങ്ങാടിക്ക് സമീപം ഫോറസ്റ്റ് കുളം കുഴിക്കുന്നു. പോയി തടുക്കാൻ പറഞ്ഞു ജനങ്ങളോട്. അപ്പൊ വന്യജീവികളെ മനുഷ്യവാസ പ്രദേശത്തേക്ക് ആകർഷിക്കുന്ന നിലപാട് എന്തിനാ? ജനം ഇത് വിട്ടുപോകണം. മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം കൂടി കേൾക്കുന്നു ഈ പ്രദേശത്തുനിന്ന്. എന്താ അറിയാം നിങ്ങൾക്ക്? കൂട് വെച്ച് പിടിക്കുന്ന ഈ പറയുന്ന പുലിയും കരടിയും ഈ വന്യമൃഗങ്ങളെയും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഫോറസ്റ്റിന്റെ വണ്ടിയിൽ കയറ്റി മനുഷ്യവാസ പ്രദേശങ്ങളിൽ കൊടുന്ന് തുറന്നു വിടുന്നു ഈ ഉദ്യോഗസ്ഥർ എന്ന് പറയപ്പെടുന്നു. ഈ പ്രദേശ ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. എത്രമാത്രം ഭീകരമാണ് ഈ കാര്യങ്ങൾ എന്ന് ആലോചിക്കണം. എന്താ ഗവൺമെന്റ് ഇടപെടാത്തത്? ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഈ കാര്യങ്ങൾ ഒരു ഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചു. നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. കാടെന്താ, നാടെന്താ, വീടെന്താ എന്നറിയാത്ത, അവിടെ ഒന്ന് പോയി നോക്കാൻ ശാരീരികമായ ശേഷിയില്ലാത്ത ഘടകകക്ഷി എന്നതിൻ്റെ പേരിൽ ഓരോ മന്ത്രിമാരെ ഈ നാട്ടിലെ ജനം തലയിലേറ്റേണ്ട ഗതികേടിൽ കേരളം നിൽക്കുന്നു. അതിൻ്റെ ദുരന്തം മുഴുവൻ ഈ പറയുന്ന ജനം അനുഭവിക്കുന്നു. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? സ്വാഭാവികമായി പുലികൾ ഇറങ്ങി വരുന്നു, കരടികൾ ഇറങ്ങി വരുന്നു. എന്തേ? കഴിക്കാനൊന്നുമില്ല. ഈ പുലിയുടെയും ഈ പറയുന്ന വന്യമൃഗങ്ങളുടെയും ഭക്ഷണം മാംസമാണ്. മാനുകളും കാട്ടാടുകളും കുറിയാടുകളുമൊക്കെയാണ് ഇവരുടെ ഭക്ഷണം. അത് നമ്മുടെ കാട്ടിൽ അന്യം നിന്ന് പോകുന്നു. എന്താ കാരണം? അവർക്ക് തന്നാനുള്ള പ്രത്യുൽപാദനപരമായിട്ടുള്ള ഓരോ മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിക്കുന്നില്ല. കാട് വരളുന്നു. അപ്പോ പ്രകൃതി സൃഷ്ടിച്ചു വെച്ച ആവാസ വ്യവസ്ഥക്ക് തുരങ്കം വെക്കുന്നു. ആവാസ വ്യവസ്ഥയുടെ പേരിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ സാധുക്കളായ മനുഷ്യർ ചവിട്ടി അരക്കപ്പെടുന്നു. ഭക്ഷണം കിട്ടാത്ത പുലിയും കരടിയും സിംഹവും മനുഷ്യനെ ഭക്ഷണമാക്കുന്ന അവസ്ഥയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുമ്പോഴും കുലുങ്ങാത്ത ഭരണവും പതറാത്ത മന്ത്രിമാരുമുള്ള നാടായി കേരളം മാറുകയാണ്. ഇവിടെയാണ് പ്രതിരോധമുയരേണ്ടത് ജനങ്ങളുടെ. ആ പ്രതിരോധത്തിലൂടെ അല്ലാതെ മഞ്ചേരി അങ്ങാടിയിൽ ആന വരും, എഴുതി വെച്ചോളൂ. മഞ്ചേരിക്കാർക്ക് ഒരു ധാരണ ഉണ്ടാവും, മഞ്ചേരി അല്ലേ, ഒന്നും നിങ്ങൾ കരുതണ്ട. കോഴിക്കോട്ട് അങ്ങാടിയിലും മഞ്ചേരി അങ്ങാടിയിലും ആനയും പുലിയും ഇറങ്ങുന്ന കാലം അതിവിദൂരമാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ഇത് നിയന്ത്രിക്കണ്ടേ? ഇതിനൊരു അറുതി വേണ്ടേ? ആ സമരം ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള, ഈ സോഷ്യൽ പ്രസ്ഥാനം ഏറ്റെടുക്കാൻ പോവുകയാണ്. മലയോര മേഖലയിലെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനെതിരമായി ഈ പൊളിറ്റിക്കൽ നെക്സസ് ഉണ്ടാക്കുന്ന ഈ കൊടും ഭീകരതയ്ക്കെതിരെ സാധാരണ ജനങ്ങളെ നമ്മൾ ഒരുമിപ്പിക്കും. പിന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഈ പോലീസിൻ്റെയും മോട്ടോർ വെഹിക്കിളിൻ്റെയും അനീതിക്ക് ഇരയാകുന്നവരാരാ? ഇന്നെന്താണ് ഈ മഴ മുഴുവൻ പെയ്തപ്പോൾ ഈ മൈതാനവും പരിസരവും നിറഞ്ഞ് കവിയേണ്ട ഇന്നത്തെ യോഗത്തിൽ രാവിലെ തൊട്ടുള്ള മഴ, ഇവിടെ എത്തേണ്ടവർ മുഴുവൻ സാധുക്കളും പാവങ്ങളുമാണ്. അവർക്ക് വരാനുള്ള വാഹനം 2 വീലറാണ്. ഈ കൊടും മഴയിൽ
ആ വാഹനം എടുത്ത് വരാൻ കഴിയാത്തവരാണ് മഹാഭൂരിപക്ഷവും. ഫോണുകളിൽ വന്ന മെസ്സേജുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. ഇവിടെ ഇന്ന് വന്നതിൻ്റെ എത്രയോ ഇരട്ടി കേരളത്തിലെ മുഴുവൻ ചാനലുകളുമുണ്ടല്ലോ. നിങ്ങൾക്ക് ഇന്നത്തെ നിങ്ങളുടെ റേറ്റ് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ലക്ഷോപലക്ഷം ആളുകൾ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഇന്ന് ഇത് വീക്ഷിക്കുകയാണ്. അപ്പോൾ ആ ഇരുചക്രവാഹനം ആരാ ഉപയോഗിക്കുന്നത്? ഈ നാട്ടിലെ സാധാരണക്കാർ, ഈ നാട്ടിലെ ഇടത്തരക്കാർ. സമ്പന്നരും ഉപയോഗിക്കുന്നുണ്ട്. രാവിലെ ചായ കുടിക്കാൻ പോകാൻ ഒരു സ്കൂട്ടിയൊക്കെ ഉണ്ടാകും. പക്ഷേ 99% ഇത് ഉപയോഗിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരും തൊഴിലാളികളുമാണ്. അവരാണ് ക്രൂരമായ ഈ പറയുന്ന പോലീസിൻ്റെയും MBAമാരുടെയും കൈകാട്ടലും നിർത്തലും ഫൈനടക്കലും. ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ നൽകുന്ന കൊട്ടേഷൻ, പോലീസ് സ്റ്റേഷന് കൊട്ടേഷൻ കൊടുക്കുന്നു ഉന്നത ഉദ്യോഗസ്ഥൻ, ഇത്ര ലക്ഷം രൂപ ഈ മാസം പിരിച്ചോളണം. ഈ നിൽക്കുന്ന പാവപ്പെട്ട പോലീസുകാരെന്ത് ചെയ്യും? അവർക്കത് നടപ്പിലാക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. ഈ നാട്ടിലെ വഴിയെ പോകുന്ന എല്ലാ വാഹന ഉടമകളുടെയും ചെറുകിടക്കാരുടെയും പ്രാക്ക് കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഇന്ന് കേരളത്തിലെ സാധാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ. അവർക്കൊരു നിവൃത്തിയില്ല. അവരെ തടഞ്ഞു നിർത്തുന്നു, അവരെ നിന്ന് പണം വാങ്ങുന്നു. കോട്ട തികക്കാൻ 100 രൂപ ഫൈനടക്കേണ്ടത് 500ഉം 1000ഉം എഴുതി കൊടുത്ത് കുത്തിരി പിടിച്ച് പണം പിടിച്ചു പറിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ വഴിയോരങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ അവർക്കായിട്ടൊരു സംരക്ഷണവും കേരളത്തിലില്ല. പക്ഷേ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ആ സാമൂഹിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഈ ഇരുചക്രവാഹനം ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകളുടെയും സംഘടന രൂപീകരിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കുള്ള പ്രൊട്ടക്ഷൻ ഒരുക്കാൻ ഈ അനീതിക്ക് ഇരയാകുന്നവർ മണിക്കൂറുകളോളം റോഡിൻ്റെ സൈഡിൽ നിങ്ങളെ തടഞ്ഞു നിർത്തി നിങ്ങളെ ഈ പറയുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നതും അപഹസിക്കുന്നതും അനവധി തവണ കണ്ടിട്ടുള്ളവരാണ്. അതിന് വിധേയപ്പെട്ടവരാണ് നിങ്ങൾ നിൽക്കുന്നത്. നിസ്സഹായരായി ഈ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരുടെയും പോലീസിൻ്റെയും മുമ്പിൽ നിസ്സഹായരായി ആ ഏമാന്മാർക്ക് തൊഴുകൈയോടെ നിൽക്കുന്ന കേരളത്തിലെ ആ നേർക്കാഴ്ച ഇന്ന് ഈ ജനാധിപത്യ മതേതര വിശ്വാസികളെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളിയായി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഏറ്റെടുക്കാൻ പോവുകയാണ്. പോലീസ് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ആരെയാ തടഞ്ഞു നിർത്തുന്നത്. വലിയ വണ്ടികൾ അങ്ങനെ കടന്നു പോകുന്നുണ്ടാകും. ഒരു വണ്ടിക്കും കൈ കാണിക്കില്ല. ഗ്ലാസ് മുഴുവൻ ലോക്ക് ചെയ്ത് ശീതീകരിച്ച വണ്ടിയിൽ സമ്പന്നർ ഒന്നൊന്നായി കടന്നു പോകുമ്പോൾ ഒരു തടസ്സവും കേരളത്തിൽ എവിടെയുമില്ല. എവിടെയാ തടസ്സം? ഇവന്റെ ഉള്ളവനിൽ നിന്ന് വാങ്ങേണ്ടത് ഇല്ലാത്തവനിൽ നിന്ന് പിടുങ്ങുന്ന ഇതിന്റെ പേര് കമ്മ്യൂണിസമല്ല, ഇതിന്റെ പേര് പിടിച്ചുപറിയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആ പഠിച്ചുപറി കേരളത്തിൽ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയല്ല ഇതിന് നേതൃത്വം നൽകേണ്ടത്. പിടിച്ചുപറിക്ക് പരിശീലനം നൽകുന്ന പോലീസായി കേരളത്തിലെ പോലീസ് മാറുന്നുണ്ടെങ്കിൽ അതിനെ നേരിടാൻ തന്നെയാണ്, നിയമപരമായി പ്രതിരോധം തീർക്കാൻ തന്നെയാണ് ഈ പറയുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ പ്രയാസം അനുഭവിക്കുന്നവർ, നമ്മൾ ഇന്ന് ഈ നയരേഖയിൽ പ്രത്യേകം എടുത്തു പറഞ്ഞത് ആരെക്കുറിച്ച? ഈ അങ്ങാടിയുടെ വഴിയോരങ്ങളിൽ രാവിലെ ഉദിക്കുന്ന സൂര്യൻ വൈകുന്നേരം 7 മണിക്ക് അസ്തമിക്കുന്നത് വരെ ആ സൂര്യപ്രകാശത്തിൻ്റെ കൊടുംചൂടിൽ ഒരു റക്സിൻ്റെ മാത്രം തണലുള്ള ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾക്ക് നിയമം കൊണ്ടുവന്ന് അവർ ഈ വാഹനങ്ങൾ നിർത്തുന്നിടത്ത് ഷെൽട്ടറുകൾ പണിതു കൊടുക്കാൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നിർദ്ദേശം നൽകുന്ന നിയമമുണ്ടാക്കാൻ ഉള്ള പോരാട്ടമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ 2 വീലേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന അധികാരികൾ മെക്കിട്ട് കയറുന്ന താരമില്ല. ഈ പറയുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ വൈകുന്നേരം വരെ ഓടി 1000 രൂപ കിട്ടിയാൽ 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് 200 രൂപ വണ്ടിയുടെ പലിശയിലേക്ക് കെട്ടി 300 രൂപയുമായി വീട്ടിലേക്ക് പോയി ആ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാൻ
വീട്ടിൽ കിടക്കുന്ന കുഞ്ഞിന് ഒരു ബിസ്ക്കറ്റ് വാങ്ങി വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു മോട്ടോർ തൊഴിലാളിയെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ പിടിച്ചു നിർത്തി അവൻ്റെ പോക്കറ്റിൽ നിന്ന് ആ 200 അടിച്ചു മാറ്റുന്ന ആ സംവിധാനം, ആ സംസ്കാരം കേരളത്തിൽ ഇനി ജനങ്ങൾ ചോദിക്കുമെന്ന ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ജനങ്ങളുടെ മുന്നിൽ നിർത്തി ആ രീതിയിലേക്ക് പോവുകയാണ്. നീതി എല്ലാവർക്കും സമമാകണം. നീതിക്ക് പാരാമീറ്ററുകൾ നിശ്ചയിക്കാൻ രാജ്യത്തിൻ്റെ ഭരണഘടന അനുവദിക്കുന്നില്ല. ആ അനീതിയാണ് ഈ പാരാമീറ്ററുകൾ. അതിനെതിരെയുള്ള പോരാട്ടം നമ്മൾ തുടരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇന്നിവിടെ പ്രഖ്യാപിക്കുന്നത് ഈ ജനകീയ ജനാധിപത്യത്തിൽ ഒരു സോഷ്യലിസ്റ്റ് ആശയത്തോടു കൂടിയുള്ള ഒരു സോഷ്യൽ മൂവ്മെൻ്റാണ്. ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയേ അല്ല. ഇത് പൊളിറ്റിക്കൽ പാർട്ടിയാണ് എന്ന് വരുത്തി തീർക്കാൻ ഇപ്പോൾ ശ്രമം നടക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടി ആവശ്യമായിരുന്ന സമയത്ത് ഈ സാമൂഹിക മുന്നേറ്റത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു കാലത്ത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് അന്നാലോചിക്കാമെന്നല്ലാതെ ഇന്ന് അങ്ങനെ ഒരു ഉദ്ദേശം ഇതിനില്ല. ഈ ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളുമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകും. ഒറ്റ കാര്യമേ, ഈ കള്ളക്കേസുകൾ ഈ നാടിൻ്റെ നാനാഭാഗങ്ങളിലും PV അൻവറിനെതിരെ നൽകി PV അൻവറിനെ ജയിലിലടക്കാനും PV അൻവറിനെ ഇല്ലായ്മ ചെയ്യാനുമാണ് എതിരാളികളുടെ തീരുമാനമെങ്കിൽ പ്രിയപ്പെട്ട എതിരാളികളോട് ഒന്നേ പറയാനുള്ളൂ: നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കാൻ പുത്തൻ വീട്ടിൽ ഷൗക്കത്തലിയുടെ മകൻ PV അൻവർ തീരുമാനിച്ചിട്ടില്ല. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഈ പോരാട്ടം PV അൻവർ തുടരുക തന്നെ ചെയ്യും. ഈ മണ്ണിൽ മരിച്ചു വീഴാനാണ് എൻ്റെ വിധിയെങ്കിൽ ആ വിധി സന്തോഷപൂർവം ഈ ജനങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കുമെന്ന് ഈ 10,000ങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ മുഴുവൻ ജനങ്ങൾക്കും വാക്ക് നൽകിക്കൊണ്ട് ഈ മുന്നേറ്റം, ഈ സോഷ്യൽ മുന്നേറ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ വരും നാളുകളിൽ കേരളത്തിൻ്റെ യുവാക്കൾ, കേരളത്തിൻ്റെ സാമൂഹിക പ്രവർത്തകർ, ഈ നാടിൻ്റെ ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള എല്ലാ മനുഷ്യരും രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രീയമില്ലാത്തൊരു പോരാട്ടത്തിന് നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഇവിടെ എത്തി ഈ കാലാവസ്ഥയുടെ പ്രതിസന്ധിയിലും ഈ കോരിച്ചെറിയുന്ന മഴയത്തും മുട്ടിനറ്റൻ ചളിയിലും ഇവിടെ എത്തിയ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും തമിഴ്നാട്ടിലെത്തിയ DMK-യുടെ പ്രവർത്തകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് നിങ്ങളോടുള്ള കടപ്പാടും നന്ദിയും സ്നേഹവും ബഹുമാനവും ആദരങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ സംസ്ഥാന തലത്ത് എല്ലാ ജില്ലയിലും നിയോജക മണ്ഡലത്തിലും പഞ്ചായത്ത് തലത്തിലും ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരളയുടെ അഡ്ഹോക് കമ്മിറ്റികൾ നമ്മൾ രൂപീകരിക്കാൻ പോവുകയാണ്. അതിന് നിങ്ങൾക്ക് ബന്ധപ്പെടാനുള്ളൊരു സൗകര്യമായി എല്ലാ ജില്ലകൾക്കും ജനസംഖ്യ കൂടുതൽ ഉള്ള ജില്ലക്ക് 3 മൊബൈൽ നമ്പറുകളും ജനസംഖ്യ കുറവുള്ള ജില്ലകൾക്ക് 2ഉം 1ഉം നമ്പറുകളായി 25ഓളം ഫോൺ നമ്പറുകൾ നാളെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴിയും പത്രമാധ്യമങ്ങൾ വഴിയും നിങ്ങൾ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന അതത് ജില്ലക്കാർ അതത് ജില്ലയുടെ നമ്പറുകൾ കൊടുക്കുന്ന ആ ഫോണിലേക്ക് നിങ്ങളുടെ വിവരങ്ങൾ നൽകി അവരുമായി ബന്ധപ്പെട്ടാൽ അതിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഒരു ജില്ലാതല കോർഡിനേഷൻ ഉണ്ടാക്കി ആ ഗ്രൂപ്പ് വഴി വിവരങ്ങൾ അറിയിച്ച് ജില്ലാ തലത്തിലും നിയോജക മണ്ഡല തലത്തിലും പഞ്ചായത്ത് തലത്തിലും വരുന്ന 1-2 മാസങ്ങൾ കൊണ്ട് ഈ കമ്മിറ്റികൾ പൂർത്തിയാക്കി ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ശബ്ദം കേൾക്കുന്നവർ ഇതിൽ മുന്നോട്ട് വരണം. എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, വലിയ രാഷ്ട്രീയ സ്വാർത്ഥ താല്പര്യം വെച്ചുകൊണ്ട് പലരും എന്നെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ദുരുദ്ദേശപരമായ ഉദ്ദേശത്തോടു കൂടി ദയവായി ആരും ഇതിലേക്ക് കടന്നു വരരുത്. ഇത് സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു പോരാട്ടമാണ്. ഇതിന് വലിയ വലിയ നേതാക്കന്മാരുടെ ആവശ്യമില്ല. ജനങ്ങളിൽ നിന്നൊരു പുതിയ നേതൃത്വം കേരളത്തിൽ ഉയർന്നു വരും. ആ നേതൃത്വമായിരിക്കും കേരളത്തെ നയിക്കുക. ആ പോരാട്ടത്തിലേക്ക് സത്യസന്ധമായി ഈ മുന്നേറ്റത്തോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന, ഈ നാടിൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രം ആ നല്ല മനസ്സോട് കൂടിയിട്ട് ആ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.